ഇറാൻ ഹോർമസിന്റെ നേർരേഖ തടഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ എങ്ങനെ ബാധിക്കും? ഏത് രാജ്യത്തെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക? ആദ്യം ഹോർമസിന്റെ നേർരേഖ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറാൻ, ഒമാൻ, UAE എന്നിവയ്ക്കിടയിൽ വെറും 33 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ചെറിയ പ്രദേശമാണിത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ഒഴുകുന്ന ഇടുങ്ങിയ കടൽ പാതയാണിത്. പ്രതിദിനം ഏകദേശം 17 ദശലക്ഷം ബാരൽ. പേർഷ്യൻ ഗൾഫിലെ 8 രാജ്യങ്ങളിൽ നിന്നാണ് ഈ എണ്ണ വരുന്നത്: ഇറാഖ്, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുള്ള UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ. അവരുടെ എണ്ണ കയറ്റുമതിയുടെ 90% ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താൻ ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഹോർമുകളുടെ നേർരേഖ ഇറാൻ തടഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നത് ഇന്ത്യക്കാണ്. ഒന്നാമതായി, അവർ എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുന്നു. അതിൽ 60% ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലെ ഇന്ധന വില കുതിച്ചുയരും. അതിന്റെ ഫലമായി എണ്ണയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസായങ്ങൾക്കും കടുത്ത തടസ്സം നേരിടേണ്ടിവരും. വ്യവസായങ്ങൾ അടച്ചുപൂട്ടപ്പെടാം, തൊഴിൽ നഷ്ടമുണ്ടാകും, സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിക്കും. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രണ്ടാമത്തെ രാജ്യം ചൈനയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരാണ് ചൈന. പ്രതിദിനം 10 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം ചെയ്യുന്നു. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 40% ഈ ഹോർമോണുകളുടെ പ്രവാഹത്തിലൂടെയാണ് കടന്നുപോകുന്നത്. റഷ്യയുമായും മധ്യേഷ്യയുമായും ചൈന എണ്ണ പൈപ്പ്ലൈനുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ 20% പോലും നിറവേറ്റുന്നില്ല. അതിനാൽ ഹോർമസിന്റെ പ്രവാഹം തടഞ്ഞാൽ ചൈനയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടിവരും. ചൈനയുടെ സമ്പദ്വ്യവസ്ഥ ഇളകിമറിഞ്ഞാൽ അതിന്റെ ഫലം ലോകമെമ്പാടും അനുഭവപ്പെടും. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന മൂന്നാമത്തെ രാജ്യം ജപ്പാനായിരിക്കും. കാരണം അവർ എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുകയും അതിന്റെ 75% ഹോർമസിന്റെ പ്രവാഹത്തിലൂടെ കടന്നുപോകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന നാലാമത്തെ രാജ്യം സൗദി അറേബ്യ ആയിരിക്കും. സൗദി അറേബ്യയുടെ എണ്ണയുടെ 80 മുതൽ 90% വരെ ഹോർമസിന്റെ പ്രവാഹം വഴി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതേസമയം 10% മാത്രമേ അതിന്റെ ചെങ്കടൽ തീരപ്രദേശം വഴി യൂറോപ്പിലേക്ക് പോകുന്നു. അതിനാൽ ഈ ചോർച്ച പോയിന്റ് തടഞ്ഞാൽ സൗദി അറേബ്യയുടെ സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ബാധിക്കും. ഒരു രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 80 മുതൽ 90% വരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തോ ഒന്ന് സൗദി അറേബ്യയ്ക്കും സമാനമായി സംഭവിക്കാം. അയച്ചേക്കാമെന്നും. വീണ്ടും വേരുകൾ തുറക്കാൻ സൈന്യത്തെ. അഞ്ചാമത്തേത് പാകിസ്ഥാനാണ്. ഹോർമസ് വഴിയാണ് അവർക്ക് എണ്ണയുടെ 90% ലഭിക്കുന്നത്. ഈ എണ്ണ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഏകദേശം 27% നിറവേറ്റുന്നു. അതിനാൽ റൂട്ട് തടഞ്ഞാൽ പാകിസ്ഥാനിലെ വിലകൾ കുത്തനെ ഉയരും. പക്ഷേ പാകിസ്ഥാൻ ഇറാനുമായി അതിർത്തി പങ്കിടുന്നതിനാൽ രസകരമായ ഒരു വഴിത്തിരിവുണ്ട്. കൂടാതെ നിരവധി സർക്കാർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഡീസലിന്റെ 35% അനൌദ്യോഗികമായി ഇറാനിൽ നിന്നാണ് വരുന്നതെന്ന്. അതിനാൽ റൂട്ട് തടഞ്ഞാൽ പാകിസ്ഥാൻ നിശബ്ദമായി അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക കരാറിലൂടെ എണ്ണയ്ക്കായി ഇറാനിലേക്ക് തിരിയാം. അടുത്തത് UAE ആണ്. കാരണം അതിന്റെ എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 72% ഈ ഹോർമോണുകളെ ആശ്രയിച്ചിരിക്കുന്നു. രാജ്യത്തിന് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ട്: ഹബ്ഷാൻ ഫജ്റ പൈപ്പ്ലൈൻ. ഇത് നേരിട്ടുള്ള പൈപ്പ്ലൈൻ മറികടന്ന് എണ്ണയുടെ 60% വരെ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കുന്നു. എന്നാൽ UAE പോലുള്ള പ്രധാന സമ്പദ്വ്യവസ്ഥയ്ക്ക് ശേഷിക്കുന്ന 40% നഷ്ടപ്പെടുന്നത് ഇപ്പോഴും ഗുരുതരമായ തിരിച്ചടിയായിരിക്കും. അടുത്തതായി വരുന്നത് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവർക്ക് ശരാശരി 10% ലഭിക്കുന്നു. ഹോർമസിന്റെ നേരെ കടന്നാൽ ഇവിടെ ഉപരോധം അവരെയും സാരമായി ബാധിക്കും. ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് $150 കവിയുമെന്നും ഇത് വ്യാപകമായ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നും ആഗോള മാന്ദ്യത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ഈ ചെറിയ 33 കിലോമീറ്റർ പ്രദേശം ലോകത്തെ മുഴുവൻ പിടിച്ചുലക്കാൻ ആവശ്യമായ ശക്തി കൈവശം വച്ചിരിക്കുന്നു.